ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ഗൈഡ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സൊക്കെ കണ്ട് പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ലോ മാത്രമായിട്ട് പഠിച്ചു പോയാൽ ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ കൂടെ ലോയും മറ്റൊരു സൈഡിൽ കൂടെ വേറെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു കാര്യം മാത്രം തന്നെ പഠിച്ചാൽ തീരത്തുമില്ല, നമുക്ക് ബോറിങ്ങും ആവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നബാർഡ്, അതുപോലെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ, സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ, ഇത് മൂന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് പഠിക്കാം. നമുക്ക് എക്സാമിന് ഇതിൻ്റെ സെക്ഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് ചോദിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിരുന്നാൽ ഇത് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ്, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. State Cooperative Union established by state government in 21st November 1917. 1970 നവംബർ 21 സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത്, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. ഏത് പ്രകാരം? ആസ് പെർ സെക്ഷൻ 89 ഓഫ് കേസസ് ആക്ട് 1969. 1969 കേസസ് ആക്ട് പ്രകാരം, അതായത് അതിലെ സെക്ഷൻ 89 പ്രകാരമാണ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ എസ്. നമ്മൾ സെക്ഷൻ്റെ ഡെഫിനിഷൻ്റെ ക്ലാസ് പറഞ്ഞപ്പോഴും സെക്ഷൻ 2 സബ്സെക്ഷൻ എസ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ആണെന്ന്. അപ്പം സ്റ്റേറ്റ് എസ് ആണ്, അതുപോലെ സെക്ഷനിലും സബ്സെക്ഷൻ ഏതാണ്? എസ് ആണ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് ഈ ഡെഫിനിഷനൊക്കെ പഠിക്കാൻ നോക്കാം. ഇങ്ങനെ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ ദ ഹയസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡി ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ കേരള. അപ്പോൾ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഹയസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡിയാണ്. അതായത് കോഓപ്പറേറ്റീവ് സെക്ഷനിൽ നോക്കുമ്പോൾ ഹയസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡിയാണ്. അത് മാത്രമല്ല, ഇറ്റ്സ് ആൾസോ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി കൂടിയാണ്. ഇനി നെക്സ്റ്റ്, മാനേജിങ് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് 23 മെമ്പേഴ്സ്. കോറം ഈസ് 12. അപ്പം മാനേജിങ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് എത്ര പേരാണ്? 23 ആണ്. അപ്പോൾ 23 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോറം എത്ര വരിക? 12. അതായത് ജസ്റ്റ് അബവ് 50% ആണല്ലോ നമുക്ക് കോറം വരേണ്ടത്. അപ്പം 23 വെച്ച് കണക്ക് നോക്കുമ്പം 12 ആണെങ്കിൽ എങ്ങനെയാണ്? ജസ്റ്റ് അബവ് 50%. അപ്പം 12 ആണ് നമ്മുടെ കോറം വരുന്നത്. മെമ്പേഴ്സ് എത്ര പേരാണ്? 23. അപ്പം ഇയർ എത്രയാണ്? 1970 നവംബർ 21. സെക്ഷൻ 89. ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ എസ്. അതുപോലെ മാനേജിങ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 23, കോറം 12. നെക്സ്റ്റ്, അണ്ടർ സെക്ഷൻ 89 സബ്സെക്ഷൻ 2 സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ കൺസിസ്റ്റ് ഓഫ് ജനറൽ ബോഡി ആൻഡ് മാനേജിങ് കമ്മിറ്റി. സെക്ഷൻ 89 സബ്സെക്ഷൻ 2 പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന് ഒരു ജനറൽ ബോഡിയും ഉണ്ട്, അതുപോലെ ഒരു മാനേജിങ് കമ്മിറ്റിയും ഉണ്ട്. ഇനി റൂൾ 147 ഓഫ് കേസസ് ആക്ട് 1969 ഡീൽസ് വിത്ത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. അപ്പം സെക്ഷൻ 89 അതുപോലെ റൂൾ 147 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനെ കുറിച്ചാണ്. അപ്പോൾ റൂളും കൂടി ഒന്ന് പഠിക്കുക. റൂൾ 147 147 എന്തിനെക്കുറിച്ച് പറയുന്നത്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പറയുന്നത്. ഇനി മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ഈസ് സഹകരണ ജേണലാണ്. പബ്ലിഷ്ഡ് ഫ്രം 1952. 1952 മുതൽ എന്ത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്? സഹകരണ ജേണൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് കസ്റ്റോഡിയൻ ഓഫ് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനാണ് എന്തിൻ്റെ കസ്റ്റോഡിയൻ? കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ. അതായത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്ത് ചെയ്യണം? ഒരു ഇത്ര പെർസെൻറ്റേജ് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് പറയുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കസ്റ്റോഡിയൻ അതെല്ലാം ആരിലേക്കാണ് വരുന്നത്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനിലേക്കാണ്. പേയ്മെൻറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ഈസ് മെൻഷൻഡ് ഇൻ സെക്ഷൻ 56. സെക്ഷൻ 56 പറയുന്നുണ്ട് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് എത്ര രൂപ അല്ലെങ്കിൽ എങ്ങനെ എപ്പോൾ കൊടുക്കണം എന്നതിനെക്കുറിച്ചൊക്കെ എന്തിൽ പറയുന്നുണ്ട്? സെക്ഷൻ 56 പറയുന്നുണ്ട്. അതായത് എവരി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ അലോക്കേറ്റ് നോട്ട് മോർ ദാൻ 5% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. അതായത് എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്യണം? നോട്ട് മോർ ദാൻ 5% ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യണം? കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. മാക്സിമം എത്ര രൂപ വരെയാണ് വരാവുള്ളൂ? 60,000 രൂപ വരെ ആകാവൂ.
ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഈ നോട്ട് മോർ ദാൻ 5%. നോട്ട് മോർ ദാൻ 5% എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചോദിക്കാം. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ കേരള ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് എന്ത്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് എന്ത്, ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടല്ലോ. നോട്ട് മോർ ദാൻ 5% വെച്ചിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ എമൗണ്ട് അവർ എന്ത് ചെയ്യണം, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതുപോലെ ഇൻ കേസ് ഓഫ് ഫെയിലിയർ ഓഫ് റെമിറ്റൻസ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി മേക്കിംഗ് സച്ച് ഡീഫോൾട്ട് ഷെൽ ലയബിൾ ടു പേ എ പീനൽ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 8% പെർ ആനം. അപ്പോൾ എവരി കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും എന്ത് ചെയ്യണം, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ അദ്ദേഹമാണ് ഇതിൽ വീഴ്ച വരുത്തുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുക, 8% നിരക്കിൽ പിഴ പലിശ വാർഷിക രീതിയിൽ അടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ച് റൂൾ 53 എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. നെക്സ്റ്റ്, ദ എമൗണ്ട് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ഷാൽ ബി റെമിറ്റഡ് ഇൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ വിത്തിൻ 2 months ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. അതായത് ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റിയും എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് ഫണ്ട് കൊടുക്കണം. അത് നോട്ട് മോർ ദാൻ 5% ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ എമൗണ്ട് കൊടുക്കേണ്ടത് എപ്പോഴാണ്, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനകത്ത് എന്ത് ചെയ്യണം, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്ക് എന്ത് ചെയ്യണം, ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് നമ്മൾ ഫണ്ട് കൊടുത്തിരിക്കണം. എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ സ്റ്റേറ്റ് അഫിലിയേറ്റഡ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ. അതുപോലെ തന്നെ നമ്മൾ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റിയും രജിസ്റ്റർ ചെയ്ത് 6 മാസത്തിനകത്ത് തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്ക് അഫിലിയേറ്റ് ചെയ്യണം. അത് നിർബന്ധമാണ്. അപ്പം 6 മാസത്തിനകം, അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞ് 6 മാസത്തിനകത്ത് തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ അഫിലിയേഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്, സെക്ഷൻ 19. ഇനി മാക്സിമം അഫിലിയേഷൻ ഫീസ് എന്ന് പറയുന്നത് 2000 രൂപയും മിനിമം അഫിലിയേഷൻ ഫീസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പോൾ ഈ എമൗണ്ട് വരുന്നത് എന്തിൻ്റെ ബേസിലാണെന്ന് ചോദിച്ചാൽ ഷെയർ ക്യാപിറ്റലിൻ്റെ ബേസിലാണ്. അപ്പോൾ ഓരോ സൊസൈറ്റിയുടെയും ഷെയർ ക്യാപിറ്റൽ വ്യത്യാസമായിരിക്കുമല്ലോ, അവരുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അപ്പോൾ ആ ഇതിനനുസരിച്ച് എന്ത് ചെയ്യാം, അഫിലിയേഷൻ ഫീസ് കൂടുകയും കുറയുകയും ചെയ്യാം. മാക്സിമം നമുക്ക് 2000 രൂപയും മിനിമം 100 രൂപയാണ് വരുന്നത്. ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഫംഗ്ഷനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 91. ഇനി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഹാസ് 1 ex officio മെമ്പർ ആൻഡ് 2 ഗവൺമെൻറ് നോമിനീസ് ഇൻ മാനേജിങ് കമ്മിറ്റി. മാനേജിങ് കമ്മിറ്റിയിൽ മൊത്തം മെമ്പേഴ്സ് എത്രയാണ്, 23 പേരാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഒരു എക്സ് ഓഫിഷ്യോ മെമ്പറും ഉണ്ട്, അതുപോലെ 2 ഗവൺമെൻറ് നോമിനീസും ഉണ്ട്. ഇനി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ്, DC ആണ്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. അപ്പോൾ DCA ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് ഓഡിറ്റ് ഫീ ഇല്ല. നമുക്ക് കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഓഡിറ്റ് ഫീ വരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിൽ പെടുന്നതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഇതിനെക്കുറിച്ച് പറയുന്ന റൂൾ എന്ന് പറയുന്നത് റൂൾ 170 ആണ്. അടുത്ത് നമ്മൾ പറയുന്നത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ചാണ്. അതുപോലെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 88ഉം അതുപോലെ റൂൾ എന്ന് പറഞ്ഞാൽ 127 ആണ്. റൂൾ 127ഉം സെക്ഷൻ 88ലുമാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പറയുന്നത്. ഇനി സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗവൺമെൻറ് ആണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ പോലെ തന്നെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആരാണ്, ഗവൺമെൻറ് ആണ്. ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ കൺസിസ്റ്റ് ഓഫ് 13 മെമ്പേഴ്സ്. നമ്മൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ 23 പേര് പറഞ്ഞു, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിലേക്ക് വന്നപ്പോൾ അത് 13 പേരാണ്. പക്ഷേ ഇതിൻ്റെ കോറം 8 ആണ് കേട്ടോ വരുന്നത്. ഞാൻ 1-2 ടെക്സ്റ്റൊക്കെ നോക്കിയിരുന്നു, അതിലെല്ലാം കോറം പറയുന്നത് ഇങ്ങനെയാണ്, 8 ആണ്. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിട്ട് ഞാൻ നോക്കുകയാണ്, ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ആൾസോ CCU ഹാസ് നോ ജനറൽ ബോഡി. അപ്പം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് ജനറൽ ബോഡി ഉണ്ട്, മാനേജിംഗ് കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ എന്തില്ല, ജനറൽ ബോഡി ഇല്ല. ദ മെമ്പേഴ്സ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഷാൽ മീറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്ത്. അപ്പം സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിലെ മെമ്പേഴ്സ് എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് 1 മന്ത്സിലെങ്കിൽ എന്ത് ചെയ്യണം, മീറ്റ് ചെയ്തിരിക്കണം. അതുപോലെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിൽ 2 എക്സ് ഓഫിഷ്യോ മെമ്പേഴ്സ് ഇൻ മാനേജിംഗ് കമ്മിറ്റി. അതായത് ഇവിടെ
സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൽ ഒരു എക്സ് ഒഫീഷ്യോ ആയിരുന്നു പറഞ്ഞത്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിലേക്ക് വന്നപ്പോൾ എന്തായത്? 2 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സാണ് മാനേജിങ് കമ്മിറ്റിയിലുള്ളത്. ഇറ്റ് ഹാസ് 2 എംപ്ലോയീസ് റെപ്രസെൻറ്റേറ്റീവ്സ്. അതുപോലെ ഇതിനകത്ത് 2 എംപ്ലോയി റെപ്രസെൻറ്റേറ്റീവ്സും കൂടി വരുന്നുണ്ട് മാനേജിങ് കമ്മിറ്റിയിൽ. അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഷാൽ ബി ദ സെക്രട്ടറി ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിരിക്കും. അതുപോലെ റിട്ടേണിംഗ് ഓഫീസർ ഫോർ ദ എലക്ഷൻ ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ. സെക്രട്ടറിയും അതുപോലെ റിട്ടേണിംഗ് ഓഫീസർ എന്നും പറയുന്നത് ആരാണ്? അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. എവിടെ? സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിൽ. അതൊന്ന് ഓർത്ത് വെക്കുക. റിട്ടേണിംഗ് ഓഫീസറും അതുപോലെ സെക്രട്ടറി എന്ന് പറയുന്നതും അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിൽ. അടുത്ത പോയിന്റ്, സെക്രട്ടറി ഷാൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് CCM. അതായത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഡേ ടു ഡേ വർക്കിംഗ് കാര്യങ്ങളിലൊക്കെ റെസ്പോൺസിബിൾ ആരാണ്? സെക്രട്ടറിയാണ്. അതായത് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് സെക്രട്ടറി ആയിരിക്കും. റിമൂവൽ ഓഫ് ചെയർമാൻ ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് ആസ് പെർ റൂൾ 144A of KCS Act 1969. അപ്പം സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിലെ ചെയർമാനെ റിമൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്ന റൂളെന്ന് പറഞ്ഞാൽ 144A പറയുന്നത്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ് താലൂക്ക്. അതായത് നമ്മുടെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ താലൂക്കിലാണ്. ഇപ്പോൾ ഇത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ നമുക്ക് ടോട്ടൽ 77 താലൂക്കുകളാണ് ഉള്ളത്. അതുപോലെ ദ നോമിനേഷൻ ഫോർ കാൻഡിഡേറ്റ് ഓഫ് എലക്ഷൻ ഫോർ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് ടു ബി സബ്മിറ്റഡ് ഇൻ ഫോം നമ്പർ 14A. അപ്പോൾ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിലേക്കുള്ള ഇലക്ഷന് വേണ്ടിയിട്ട് നോമിനേഷൻ കൊടുക്കുന്ന ഫോം നമ്പർ 14A. അതുപോലെ നമ്മുടെ ചെയർമാനെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? 144A പറയുന്നത്. അപ്പം 14A 144A. അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പം 144A എന്ന് പറയുന്ന റൂളും 14A എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോം നമ്പറുമാണ്. അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. The manner of conducting election to Circle Cooperative Union is specified in Rule 129. അപ്പം എലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്ന റൂള് 129. അതുപോലെ ഫങ്ഷൻസ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് പറയുന്നത് 139. അപ്പം എലക്ഷനെക്കുറിച്ച് പറയുന്നത് 129. അതുപോലെ ഫങ്ഷൻസ് 139. അപ്പോൾ ഈ നമ്പേഴ്സൊക്കെ എന്തെങ്കിലും ഒരു പഠിക്കാൻ എളുപ്പം നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കല്ലോ. 129, 139 അങ്ങനെ ഒക്കെ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഫണ്ട്സ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത് 140, അതായത് 140. മീറ്റിംഗ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത് 142. അപ്പം ഇതെല്ലാം റൂളാണ് കേട്ടോ. ഇലക്ഷനെക്കുറിച്ച് പറയുന്നത് റൂൾ 129. അതുപോലെ ഫങ്ഷൻസ് റൂൾ 139, ഫണ്ട്സ് 140, മീറ്റിംഗ് റൂൾ 142. അതുപോലെ തന്നെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും എന്തില്ല? ഓഡിറ്റ് ഫീ ഇല്ല. ഓഡിറ്റ് ചെയ്യുന്നത് DC ആണ്. ഓഡിറ്റ് ഫീ ഇല്ല. അപ്പം ഈ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റേതായാലും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ആയാലും ഓഡിറ്റ് ഫീ നമുക്ക് കൊടുക്കണ്ട. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന റൂളെന്ന് പറഞ്ഞാൽ 170. റൂൾ 170. അപ്പോൾ അത് രണ്ടും ഒരു റൂളാണ്. അങ്ങനെ ഓർത്ത് പഠിക്കുക. അടുത്തത് നമ്മൾ പറയുന്നത് നബാർഡിനെ കുറിച്ചാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. നബാർഡ് ഇസ് ദ അപ്പെക്സ് റീഫിനാൻസിങ് ഏജൻസി ഇൻ ഇന്ത്യ. അതായത് നമ്മുടെ റൂറൽ ഏരിയകളിൽ റീഫിനാൻസുകൾ ചെയ്യുന്ന ആരാണ്? നബാർഡാണ്. അപ്പെക്സ് ബാങ്ക് ഫോർ റൂറൽ ക്രെഡിറ്റ് എന്നും എന്തിനെ അറിയപ്പെടുന്നു? നബാർഡിനെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ നാഷണൽ ബാങ്ക് എന്നറിയപ്പെടുന്നു നബാർഡിനെ. നേഷൻസ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? RBI. അതുപോലെ നാഷണൽ ബാങ്ക് എന്നറിയപ്പെടുന്നതാണ് എന്ത്? നബാർഡ്. നബാർഡ് ഈസ് ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് എന്ത്? നബാർഡ് വരുന്നത്. ഇനി നബാർഡ് വാസ് ഫോംഡ് ആസ് പെർ റെക്കമെൻഡേഷൻ ഓഫ് ക്രാഫിക്കാർഡ്. അതായത് ക്രാഫിക്കാർഡ് എന്ന് പറഞ്ഞൊരു കമ്മിറ്റി, അതായത് കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഏതാണ്? ക്രാഫിക്കാർഡിൻ്റെ. ഇനി ക്രാഫിക്കാർഡിൻ്റെ ഒരു റെക്കമെൻഡേഷൻ പ്രകാരമാണ് എന്ത് വന്നത്? നബാർഡ് നിലവിൽ വരുന്നത്. ചെയർമാൻ ഓഫ് ക്രാഫിക്കാർഡ് B. ശിവരാമൻ. അപ്പോൾ ശിവരാമനെ വെച്ച് ഈ ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് RBI ആണ്. എന്ന് 1979 RBI B. ശിവരാമനെ ഈ ഒരു കമ്മിറ്റിയിൽ അപ്പോയിൻറ്റ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് റിപ്പോർട്ട് ഇവർ സമർപ്പിക്കുന്നത് 1981.
ഇങ്ങനെ നബാർഡ് സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവർ റെക്കമെൻഡ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നബാർഡിൻ്റെ ആക്റ്റും 1981 തന്നെ കൊണ്ടുവന്നു. അതിൻ്റെ ബില്ലും ആ വർഷം പാസ്സാക്കി. അതിൻ്റെ ഫലമായിട്ട് 82 അതായത് 82 ജൂലൈ 12 എന്തായി, നബാർഡ് നിലവിൽ വന്നു. അപ്പം ശിവരാമൻ കമ്മിറ്റി 79 അപ്പോയിൻറ്റ് ചെയ്തു RBI. 81 എന്ത് ചെയ്തു, അവർ നബാർഡ് വേണമെന്ന് റെക്കമെൻഡ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അങ്ങനെ 81 തന്നെ നബാർഡിൻ്റെ ആക്റ്റും ബില്ലും അവർ പാസ്സാക്കി. അതിനുശേഷം 82 ജൂലൈ 12 നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ചെയർമാൻ അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പം നബാർഡിൻ്റെ ചെയർമാനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് ഷാജി KV ആണ്. അദ്ദേഹം ഡിസംബർ മുതലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. RBI ട്രാൻസ്ഫർ റൈറ്റ് ടു ഇഷ്യൂ റൂറൽ ക്രെഡിറ്റ് ഇൻ 1982. അതായത് നമ്മുടെ RBI നബാർഡിനൊരു റൈറ്റ് കൊടുത്തത് റൂറൽ ക്രെഡിറ്റിന് വേണ്ടിയിട്ട്. അതായത് നമ്മുടെ നബാർഡാണ് എന്ത് ചെയ്യുക, റൂറൽ ഏരിയയിലുള്ളെങ്കിൽ അഗ്രികൾച്ചർ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫിനാൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, നബാർഡാണ്. നബാർഡിന് 2 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഒന്ന് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും 2 വികാസ് വോളണ്ടിയർ വാഹിനി എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രാമി ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ് നബാർഡ്. നബാർഡിൻ്റെ ഒരു ഹാഫ് ഇയർലി പബ്ലിക്കേഷനാണ് എന്ത്, ഗ്രാമിയ എന്ന് പറയുന്നത്. നമുക്കിത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നബാർഡ് ഇൻട്രൊഡ്യൂസ്ഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഇൻ 1988. അപ്പോൾ 1998 കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം നബാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരുടെ റെക്കമെൻഡേഷൻ കൊണ്ട്, RV ഗുപ്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നബാർഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കൂടാതെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പും 1992 നബാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വ്യാസ് കമ്മിറ്റി എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ റൂറൽ ക്രെഡിറ്റ് ബൈ നബാർഡ് ഇൻ 2000. അപ്പോൾ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി കൂടി നബാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പറയുന്നത് എന്താണ്, വ്യാസ് കമ്മിറ്റി എന്നാണ്. നബാർഡ് ഈസ് മാനേജ്ഡ് ബൈ 15 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. 15 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചേർന്നിട്ടാണ് നബാർഡ് എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. നാഫ്വിൻസ് ആൻഡ് നാപ്കോസ് ആർ സബ്സിഡിയറീസ് ഓഫ് നബാർഡ്. നബാർഡിന് സബ്സിഡിയറീസ് ആണ് നാപ്വിൻസും നാപ്കോൺസും. വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് സുരഭി ഈസ് പ്രൊവൈഡഡ് ബൈ നബാർഡ്. അതായത് സുരഭി എന്ന് പറഞ്ഞാൽ ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഒരു അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പം അതിലേക്ക് എന്ത് ചെയ്യുന്നത്, ഫണ്ട് അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ കൊടുക്കുന്നതും നബാർഡാണ്. അതുപോലെ നബാർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ത്, ബേഡ് എന്ന് പറഞ്ഞാൽ ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്. ഇത് 1982 ലക്നൗവിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പം നബാർഡിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.